നമസ്കാരം. എൻ്റെ പേര് അനന്യ. മലപ്പുറം അങ്ങാടിപ്പുറമാണ് സ്വദേശം. കഴിഞ്ഞ HSCയിൽ എനിക്ക് 2ാം റാങ്ക് കിട്ടിയിരുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ കുന്നക്കാവ് ഗവൺമെൻറ് ഹൈസ്കൂളിൽ HSC ഇംഗ്ലീഷ് അധ്യാപികയായിട്ട് ജോലി കയറി. എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. കുട്ടിക്കാലം തൊട്ടിട്ട് തന്നെ എനിക്ക് ടീച്ചറാവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ പോരാത്തതിന് എൻ്റെ അമ്മ HSC ഇംഗ്ലീഷ് അധ്യാപിക തന്നെയായിരുന്നു. അച്ഛനും പണ്ട് ടീച്ചിങ് ഫീൽഡിലുണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പം തൊട്ടിട്ട് തന്നെ എനിക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരണം എന്നുള്ള താല്പര്യപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ഡിഗ്രി BEd എല്ലാം എടുത്തിട്ട് ഈ ഫീൽഡിലേക്ക് വന്നത്. HSC ഇംഗ്ലീഷിന് ഞാൻ തയ്യാറെടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ പഠിച്ചത് സിലബസ് തന്നെയായിരുന്നു. ഏതൊക്കെ പോർഷൻസാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ഭാഗങ്ങൾ കവർ ചെയ്യണം എന്നുള്ളത് ആദ്യം ഞാൻ കൃത്യമായിട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ എൻട്രിയിലെ വീഡിയോസ് എല്ലാം കണ്ടു. പിന്നെ ഗൈഡ് വാങ്ങി നോക്കി. അങ്ങനെ എന്നെക്കൊണ്ടാവുന്ന പോലെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാൻ പറ്റുമോ ആ ഒരു എല്ലാ ഭാഗവും ഞാൻ ഏത് ഭാഗമാണോ എടുക്കണം പഠിക്കാൻ ആ ഒരു ഭാഗത്തുനിന്ന് മാക്സിമം വരാവുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ കളക്ട് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനാലിസിസിൽ കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പറിനും ഞാൻ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ വ്യത്യാസമില്ലെങ്കിലും നമുക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും രണ്ട് കാറ്റഗറി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കുന്നു. ഇനിയും PSC ഇപ്പോഴും ഇനി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അടുത്ത എക്സാം എങ്ങനെയാവും എന്നുള്ളത് നമുക്കിപ്പോൾ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പോലെ ആയിരിക്കും. എന്നാലും ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിലവാരം കീപ്പ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. കാരണം ക്വസ്റ്റ്യനെ പറ്റിയിട്ട് ആൻസറിനെ പറ്റി തറോ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ അതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത കുറച്ച് മാത്രം നോക്കി വരുന്ന ഒരാൾക്ക് എപ്പോഴും 2 ഓപ്ഷൻ തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവാം. അങ്ങനത്തെ ഇതാണ്. അതുപോലത്തെ ആണ് ഇനിയും ചിലപ്പോൾ അടുത്ത PSC ചിലപ്പോൾ ഇതേപോലത്തെ അല്ലെങ്കിൽ ഇതിലും കുറച്ചും കൂടി കാണുമ്പോൾ ഈസി ആണെങ്കിലും അറ്റൻഡ് ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ട് ആവാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഇനി PSC ചിലപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട്. ഇനി HSC ഇപ്പോൾ ഞങ്ങളുടെ ഒരു ബാച്ച് കയറി. ഇനിയും അടുത്തൊരു HSC എക്സാം അധികം വൈകാതെ ചിലപ്പോൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ടാവും. ആ ഒരു സമയത്ത് ഇനി എക്സാം എഴുതാൻ പോകുന്നവർക്ക് എനിക്ക് പറയാനുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ എക്സാമിന് പഠിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം 2 പാർട്ടായിട്ടുണ്ട്. ഒരു പാർട്ട് ജനറൽ പാർട്ടാണ്. പാർട്ട് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള പാർട്ടാണ്. അധിക കാൻഡിഡേറ്റ്സും B പാർട്ടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. സബ്ജക്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് പഠിക്കുക. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളെ പാർട്ട് A ആണ് എപ്പോഴും റാങ്ക് മേക്കിംഗ് ആയിട്ടുണ്ടാവുക. അവിടെ നമ്മൾക്ക് വരുന്ന ഈ സോഷ്യൽ മൂവ്മെൻറ്റ്സ്, ഇവിടെ ഉണ്ടായിരിക്കുന്ന റിഫോർമേഷൻസ്, റിനൈസൻസ്, ആ ഭാഗങ്ങളൊക്കെ മെജോറിറ്റി ആളുകളും സ്കിപ്പ് ചെയ്യും. പക്ഷെ ആ ഭാഗത്തിനെ പറ്റിയിട്ട് ഒരു ബേസിക് നോളജ് ഉള്ള ആളുകളായിരിക്കും അധികവും. ഞാൻ ഉൾപ്പെടെയുള്ള റാങ്ക് മേക്കേഴ്സ് ഞങ്ങളുടെയൊക്കെ റാങ്ക് നിർണ്ണയിച്ചത് ആ ഒരു പാർട്ട് Aയിൽ ഞങ്ങൾക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റി ആ ഒരു ഇതായിരുന്നു. കാരണം പാർട്ട് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും BA MA BEd എല്ലാം കഴിഞ്ഞു വന്ന ആൾക്കാരാണ്. നമ്മൾ ആ ഒരു ഭാഗത്തിനെ പറ്റിയിട്ട് നമ്മൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും, തറോ നോളജ് ഉണ്ടായിരിക്കും. പക്ഷെ അതുപോലെ ആയിക്കൊള്ളണമെന്നില്ല എല്ലാവർക്കും പാർട്ട് A. അപ്പോൾ ആ പാർട്ട് Aയിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ആ സെക്ഷനിൽ നമുക്ക് തന്നിരിക്കുന്ന റിനൈസൻസ്, റിഫോർമേഷൻ തുടങ്ങിയിട്ടുള്ള സബ്ജക്ട്സ്, കറണ്ട് അഫെയർസ്, ഇതിലൊക്കെ ഒരു ബേസിക് നോളജ് ഉള്ള ഒരാൾക്ക് സുഖമായിട്ട് റാങ്ക് ഒരു ഫ്രണ്ടിലുള്ള റാങ്ക് തന്നെ എൻ്റെ പോലെ തന്നെ റാങ്ക് ഫ്രണ്ടിൽ വന്ന് പെട്ടെന്ന് തന്നെ സർവീസ് കയറാൻ സാധിക്കും. എനിക്കിപ്പോൾ HSC റാങ്ക് ഈ ഒരു ഫ്രണ്ടിൽ സെക്കൻഡ് റാങ്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നല്ലൊരു പങ്ക് എൻട്രി ആപ്പിന് തന്നെയായിരുന്നു. എൻട്രി ആപ്പ് ഞാനെങ്ങനെ യൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ, ഞാൻ ഒരു കാഷ്വലായിട്ട് ഒരു ദിവസം റാൻഡം വീഡിയോസ് കാണുന്നതിൻ്റെ ഇടയിൽ ഞാൻ കണ്ടു തുടങ്ങിയതായിരുന്നു. പക്ഷേ അതിലുള്ള ക്ലാസ്സുകൾ മറ്റൊന്നും വ്യത്യസ്തമായി കണ്ടുകൊണ്ടാണ് ഞാൻ പിന്നീട് ആപ്പ് എടുത്തതും ആപ്പിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ഞാൻ ജോയിൻ ചെയ്തതും. തുടക്കത്തിൽ ഞാൻ എന്ത് ചെയ്തുവെങ്കിൽ HSC ഇംഗ്ലീഷ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് എൻട്രി ആദ്യം ഒരു 60 ഡേ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു HSC ഇംഗ്ലീഷിൻ്റെ. ആ ഒരു പ്ലാനിലുള്ള എല്ലാ ക്ലാസ്സുകളും ഞാൻ ആദ്യം അറ്റൻഡ് ചെയ്തു. അതിനുശേഷം എൻട്രിയുടെ തന്നെ ഗോൾഡൻ ബാച്ചിക്ക് ഞാൻ കയറി. മീര മാം ആയിരുന്നു ഞങ്ങളെ മെൻറ്റർ. പിന്നെ അപ്പോൾ ആ ക്ലാസ്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈവായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. നമുക്ക് ഓരോ ദിവസം നമ്മളെ കൊണ്ട് താങ്ങാവുന്ന അത്ര പോർഷൻസാണ് നമുക്ക് തരിക. ആ പോർഷൻസ് അന്നന്ന് തന്നെ പഠിച്ചു പോയി അതിലുള്ള ഡൗട്ട്സ് നമുക്ക് മാമിനോട് നേരിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നേരിട്ട് തന്നെ അവരെല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഓരോ ലൈവ് ക്ലാസ്സിൽ നമുക്ക് ഡൗട്ടുകൾ ചോദിച്ച് ഒരു കൃത്യമായിട്ട് നമ്മളൊരു മൊത്തം കുറേ കുട്ടികളിരിക്കുന്ന ഒരു ക്ലാസ് പോലെയല്ല. നമ്മളും മെൻറ്ററും മാത്രം, നമ്മുടെ ഇടയിൽ ആരുമില്ല. നമുക്ക് എന്തോ ഓപ്പണായിട്ട് അവിടെ ചോദിക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് എനിക്ക് എൻട്രി ഉണ്ടാക്കി തന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻട്രിയുടെ തന്നെ വീഡിയോസ് കണ്ടിട്ട് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി. അതിനുശേഷം മീര മാമിൻ്റെ ഗോൾഡൻ ബാച്ചിക്ക് കയറി. അവിടുന്ന് ഞാൻ രണ്ടാമതൊരു റിവിഷൻ നടത്തി. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ സ്വയം ഉണ്ടായിരുന്ന എൻ്റെ റിവിഷൻസ് അങ്ങനെ 2 or 3 റിവിഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ എക്സാമിന് അപ്പിയർ
ക്ലിയർ ചെയ്തത്. ആ ഒരു വഴി കൂടി എനിക്ക് അങ്ങനെ ഒരു ഗൈഡൻസ്, ക്ലിയർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് എൻട്രീൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയോണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സർവീസിൽ ഇരിക്കാനുള്ള ഒരു കാരണം. ഇപ്പം ഞാൻ കുന്നക്കാവ് സ്കൂളിലാണ് HSC ആയിട്ട് കയറിയിട്ടുള്ളത്. വളരെ ജനുവരിയിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഇപ്പോൾ കുറച്ച് മാസങ്ങളായി. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് ആ ഒരു കേരള സർക്കാരിൻ്റെ ടാഗ് തന്നെ കൈ കിട്ടുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അഭിമാനമാണ്. ആ ഒരു ടാഗിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വർഷത്തോളം നമ്മൾ കഠിനമായിട്ട് നമ്മൾ പരിശ്രമിച്ചാൽ ലാസ്റ്റ് കയ്യിൽ ആ ഒരു ടാഗ് കിട്ടുമ്പോഴുള്ള ഒരു അഭിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. സിലബസ് നന്നായിട്ട് പഠിക്കുക. എനിക്ക് നല്ലൊരു പൊസിഷനിൽ എത്താനുള്ള ഈ ഒരു റാങ്ക് എനിക്ക് എത്താനുള്ള കാരണം എൻട്രീൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഒരു ഗൈഡൻസ് ആയിരുന്നു. അങ്ങനെ നല്ലൊരു ഗൈഡൻസ് ചൂസ് ചെയ്തിട്ട് PSC ലിസ്റ്റിൽ വരിക എന്നുള്ളതല്ല, അതിനേക്കാൾ കൂടുതൽ ആ ലിസ്റ്റിൽ നിന്ന് എത്രയും വേഗം ജോലിക്ക് കയറുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇനി വരാൻ പോണ അധികമായി തന്നെ നമ്മൾ HSC ഇംഗ്ലീഷ് വിളിക്കുന്നുണ്ടാവും. അതിന് വിളിക്കട്ടെ, എന്നിട്ട് ഇത് പഠിച്ചു തുടങ്ങാമെന്ന് വിചാരിക്കാതെ ഇപ്പം തന്നെ ചെറിയ ചെറിയ സ്റ്റെപ്സ് നമ്മൾ വെച്ച് തുടങ്ങുക. അപ്പോൾ ഇനി വേറെ എക്സാം എഴുതാൻ പോണ എല്ലാവർക്കും വിജയാശംസകൾ.